നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ഡാഷ് മോനെ പ്രയോഗത്തിൽ വിമർശനവുമായി ഷാഫി പറമ്പിൽ എം പി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെയാണ് ഡാഷ് മോനെ എന്ന പ്രയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനം ഷാഫി പറമ്പിൽ എം പി ഉന്നയിച്ചിരിക്കുന്നു. നിലവാര തകർച്ചയുടെ അങ്ങേയറ്റമാണ് മുഖ്യമന്ത്രിയിലൂടെ പ്രകടമായതെന്ന് ഷാഫി വിമർശിച്ചു. അധികാരം നഷ്ടമായതോടെ പിണറായിയുടെ ഒറിജിനൽ മുഖം പുറത്തുവന്നെന്നും ഡാഷ് മോനെ വിളിക്ക് വീട്ടിലിരുന്ന് അദ്ദേഹത്തിന് സ്വയം പഴിക്കേണ്ടി വരുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പ്രളയ അഴിമതി ആരോപണത്തിലും സർക്കാരിനെതിരെ ഷാഫി രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടു. അഴിമതിക്ക് വേണ്ടി ജനങ്ങളെ കൊലപ്പെടുത്തിയെന്നും വെളിപ്പെട്ടത് പ്രതിപക്ഷ ആരോപണമല്ല, സത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം നടത്തി നടപടി വേണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. UDF-ലെ ക്രൗഡ് പുള്ളർ ആണോ എന്ന ചോദ്യത്തിന് ക്രൗഡ് പുള്ളർ ഇത്തവണ ജനങ്ങളാണെന്നും ഒപ്പവും പിന്നാലെയും മാത്രമാണ് താൻ ഓടുന്നതെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിലാണോ പ്രതികരിക്കേണ്ടത് എന്ന ഒരു ചോദ്യവും കൂടി ഷാഫി പറമ്പിൽ ഉന്നയിക്കുകയുണ്ടായി. മറ്റൊരു സംസ്ഥാനത്തെ മന്ത്രി എത്തുന്നു, ഒരു വിമർശനം നടത്തുന്നു. ആ വിമർശനത്തിന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഡാഷ് മോനെ എന്ന് വിളിച്ചാണോ മറുപടി പറയേണ്ടത്? ഇത്തരത്തിലാണോ ഒരു വ്യക്തി, ഒരു നേതാവ് മറുപടി പറയേണ്ടത് എന്ന ചോദ്യവും ഷാഫി പറമ്പിൽ ഉന്നയിച്ചു. അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഷാഫി പറമ്പിൽ നടത്തിയത്. അതേസമയം പിണറായിയുടെ അധിക്ഷേപം അനുഗ്രഹം എന്നായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ പ്രതികരണം. അധിക്ഷേപം അനുഗ്രഹമായി കാണുന്നു, ഗൗനിക്കുന്നില്ല എന്നും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ അധിക്ഷേപിക്കരുതെന്നും പിണറായിയുടെ കാലം കഴിഞ്ഞുവെന്നും പറഞ്ഞ രേവന്ത് റെഡ്ഡി ബൈ ബൈ പിണറായി എന്നും പോ മോനെ വിജയ എന്നും പ്രയോഗം നടത്തി. ഇതിന് മറുപടിയായിട്ടാണ് ഡാഷ് മോനെ ഇതിനുള്ള മറുപടി വരുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. തന്റെ ചോദ്യങ്ങൾക്ക് പിണറായിക്ക് ഉത്തരമില്ലെന്നും മോദിയെ പിന്തുടരുന്നതിനെ കുറിച്ച് മറുപടിയില്ല എന്നും രേവന്ത് റെഡ്ഡി വിമർശിച്ചിരുന്നു. പ്രായത്തെയും പദവിയെയും ബഹുമാനിക്കുന്നു, പിണറായിയുടെ വലിയേട്ടനാണ് മോദി എന്നും രേവന്ത് റെഡ്ഡി വിമർശിച്ചിരുന്നു. അതേസമയം പിണറായി വിജയന്റെ പരാമർശത്തിൽ പ്രതികരിച്ച് വേങ്ങര UDF സ്ഥാനാർത്ഥി KM ഷാജി. ഡാഷ് മോനെ രേവന്ത എന്നത് മുഖ്യമന്ത്രിയുടെ രീതിയുടെ സ്വഭാവത്തിന്റെ പ്രശ്നമാണെന്ന് KM ഷാജി പറഞ്ഞു. കൂടുതൽ മറുപടി പറയാനില്ല എന്നായിരുന്നു KM ഷാജിയുടെ പ്രതികരണം. തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ പോ മോനെ വിജയ പരാമർശം. നേമത്തെ സ്ഥാനാർത്ഥി KS ശബരിനാഥിനൊപ്പം നടത്തിയ റോഡ് ഷോയിലായിരുന്നു മലയാളത്തിൽ രേവന്ത് റെഡ്ഡി സിനിമാ ഡയലോഗ് പറഞ്ഞത്. പിണറായി വിജയന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുവെന്നും കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ തെലങ്കാനയുടെ വികസനത്തിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് രേവന്ത് റെഡ്ഡി പുറത്തുവിട്ടിരുന്നു. കത്തിൽ കോൺഗ്രസ് ഭരണത്തിലെ തെലങ്കാനയിലെ വികസനവും കേരളത്തിലെ വികസനവും താരതമ്യം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. രേവന്ത് റെഡ്ഡിയുടെ ഔദ്യോഗിക കത്തിലും നീ പോ മോനെ വിജയ എന്ന് ആവർത്തിക്കുന്നുണ്ട്. ഡാഷ് മോനെ രേവന്ത എന്ന പ്രയോഗം മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരിഞ്ഞുകൊത്തുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഇപ്പോൾ ഉയരുന്നത്. ആന്ധ്ര മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പിണറായി വിജയൻ നടത്തിയ വഴിവിട്ട പ്രയോഗം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി. പിണറായിയുടെ പ്രസ്താവനയെ MA ബേബി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അനുചിതമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ CPM നേതാക്കൾ ഇക്കാര്യം തുറന്നു പറയില്ല. പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ MA ബേബിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിച്ചു എന്നാണ് വിവരം. തുടർന്നാണ് ഡിയർ രേവന്ത റെഡ്ഡി എന്ന് അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയത്. ഡാഷ് മോനെ രേവന്ത പ്രയോഗത്തിന് ശേഷം ഡിയർ ശ്രീ രേവന്ത് റെഡ്ഡി എന്ന അഭിസംബോധനയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത് തുടങ്ങുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കത്തിൽ വ്യക്തി അധിക്ഷേപങ്ങൾ അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിലെ വികസന നേട്ടങ്ങൾ മുഖ്യമന്ത്രി എണ്ണി പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ ഒരു കത്തിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. ശ്രീ രേവന്ത് റെഡ്ഡി, ആദ്യമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോടെ തീർക്കാൻ ശ്രമിക്കുന്ന മനോഭാവത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ഈ നാടിനെയും ഇവിടുത്തെ സർക്കാരിനെയും അപമാനിക്കുന്ന വസ്തുതാവിരുദ്ധമായ അധിക്ഷേപങ്ങൾ ചൊരിയാൻ മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തുനിയുന്നത് ആ പദവിയോടുള്ള അവഹേളനമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. അങ്ങയുടെ പാർട്ടിയായ കോൺഗ്രസിനെയും അവർ നേതൃത്വം നൽകുന്ന UDF-നെയും പോലെയല്ല LDF. ഞങ്ങൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം 5 വർഷത്തിലൊരിക്കൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ഈ നാടിന്റെ മുന്നേറ്റത്തിനായി നടത്തുന്ന നിരന്തരമായ പോരാട്ടമാണ്. ഈ സർക്കാരിന് ഉത്തരവാദിത്തമുള്ളത് കേരളത്തിലെ ജനങ്ങളോടാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ വിജയവും പരാജയവും അവരെ ബോധ്യപ്പെടുത്തേണ്ട ജനാധിപത്യ മര്യാദ കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ നടത്തുകയാണ്. തെലങ്കാന പോലെയല്ല. തെരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയോ ഇല്ലയോ എന്ന് ജനങ്ങളെ അറിയിക്കാൻ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന സർക്കാരാണ് കേരളത്തിൻ്റെത്. കേരളത്തിന്റെ സാമൂഹിക നേട്ടങ്ങളുടെ അവകാശവാദം കോൺഗ്രസിന് ചാർത്തി നൽകാൻ അങ്ങ് ശ്രമിക്കുന്നത് ചരിത്രത്തോടുള്ള അവഹേളനമാണ്. ജന്മിത്വത്തിന് അന്ത്യം കുറിക്കാൻ ഭൂപരിഷ്കരണം നടപ്പാക്കിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ 356-ാം വകുപ്പ് ദുരുപയോഗം ചെയ്ത് ജനാധിപത്യ വിരുദ്ധമായി അട്ടിമറിച്ചത് അന്ന് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ്സുകാരായിരുന്നു. അന്ന് ഭൂപ്രഭുക്കൾക്ക് വേണ്ടി കർഷകർക്കും തൊഴിലാളികൾക്കുമെതിരെ പടനയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. 1993-ലെ ഭരണഘടനാ
ഭരണഘടനാ ഭേദഗതികൾ വരുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വികേന്ദ്രീകൃത ഭരണം വിഭാവനം ചെയ്തത് സഖാവ് EMS നയിച്ച കേരളത്തിലെ ആ മന്ത്രിസഭയാണ്. 1980കളിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് LDF സർക്കാരാണ്. 1996 LDF സർക്കാർ കൊണ്ടുവന്ന ജനകീയ ആസൂത്രണത്തിലൂടെ പദ്ധതി വിഹിതത്തിന്റെ 1/3 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായി. ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ കേരളത്തിലെത്തി. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ നവകേരള മിഷനുകളിലൂടെ ഈ പാരമ്പര്യം നമ്മൾ ശക്തിപ്പെടുത്തി. ആർദ്ര മിഷനിലൂടെ 670-ലധികം പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ആധുനിക സൗകര്യങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ 13,000 പൊതുവിദ്യാലയങ്ങൾ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയും 45,000 ഹൈടെക് ക്ലാസ് മുറികളും 19,000-ലധികം ഡിജിറ്റൽ വിഭവങ്ങളുള്ള സമഗ്ര പോർട്ടലും സജ്ജമാക്കുകയും ചെയ്തു. ദേശീയ ഗവേണൻസ് സൂചികകൾ താങ്കളുടെ വാദങ്ങളെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നുണ്ട്. നീതി ആയോഗ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. എന്നാൽ തെലങ്കാന ഏറ്റവും അഴിമതി കൂടിയ സംസ്ഥാനങ്ങളിൽ 6ാം സ്ഥാനത്താണ്. ദേശീയ സുസ്ഥിര വികസന സൂചികയിൽ 79 പോയിന്റോടെ കേരളം 1ാമതാണ്, തെലങ്കാന അവിടെ 6ാമതും. വ്യവസായങ്ങൾ അനുയോജ്യമല്ലാത്ത മണ്ണെന്ന ദുർഗ്യാധി തിരുത്തി വ്യവസായ സൗഹൃദ റാങ്കിങ്ങിലും ഈ സർക്കാരിന്റെ കാലത്ത് കേരളം 1ാമതെത്തി നിൽക്കുന്നു. 2006-ലെ IT നയത്തിലൂടെ ഇന്ത്യയുടെ IT കയറ്റുമതിയുടെ 10% നേടാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, 20,000 ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ എന്നിവ ഈ ഡിജിറ്റൽ കുതിപ്പിന് കരുത്തേകുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടത് ഇച്ഛാശക്തിയാണ്, പൊള്ളയായ അവകാശവാദങ്ങളല്ല. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ഇടമൺ കൊച്ചി പവർ ഹൈവേ തുടങ്ങിയ നിർണായക പദ്ധതികൾ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. അതുപോലെ കോൺഗ്രസ് നയിച്ച കേന്ദ്ര സർക്കാരുകൾ കൊച്ചി മെട്രോ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നീ പദ്ധതികളും അനന്തമായി വൈകിപ്പിച്ചു. 1980കളിൽ വാഗ്ദാനം ചെയ്ത റെയിൽവേ കോച്ച് ഫാക്ടറി ഇപ്പോഴും വെറുമൊരു വാഗ്ദാനം മാത്രമായി അവശേഷിക്കുന്നു. മുങ്ങിക്കിടന്ന ഈ പദ്ധതികളെല്ലാം പുനരുജ്ജീവിപ്പിച്ച് യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരാണ്. ഇതിനു പുറമെ സാമൂഹിക നീതി ഉറപ്പാക്കിക്കൊണ്ട് 2025 നവംബർ 1-ന് ഇന്ത്യയിൽ അതിദാരിദ്ര്യമില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി. 64,006 കുടുംബങ്ങളെയാണ് കണ്ടെത്തി അതിദാരിദ്ര്യത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയത്. ഞാൻ വ്യക്തിപരമായി LDFും കേന്ദ്രം ഭരിക്കുന്ന BJP വേണ്ടത്ര വിമർശിക്കുന്നില്ല എന്നതാണ് താങ്കളുടെ മറ്റൊരു ആരോപണം. എന്നാൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന BJP സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഭരണഘടനയുടെ 131, 32 അനുച്ഛേദങ്ങൾ പ്രകാരം സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്നത് കേരളമാണ്. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട സംയുക്ത നീക്കങ്ങൾ ഉൾപ്പെടെ BJP ഇതര സംസ്ഥാനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ കേരളം മുൻപന്തിയിലുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ LDF സർക്കാർ എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ശക്തമായ നിലപാടുകൾ പ്രകടിപ്പിക്കാൻ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഭാഷ ഉപയോഗിക്കണമെന്നതിനോട് എനിക്ക് യോജിക്കാനാകില്ല. മുന്നോട്ട് തന്നെ പോകും. നവകേരള സൃഷ്ടിയിലൂടെ എല്ലാവർക്കും മാതൃക കാട്ടി മുന്നോട്ട് തന്നെ പോകും. സ്നേഹപൂർവ്വം പിണറായി വിജയൻ എന്ന് പറഞ്ഞാണ് രേവന്ത് റെഡ്ഡിക്കുള്ള മറുപടി ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രി അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രയോഗം, അദ്ദേഹത്തിന്റെ പ്രയോഗം വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ്. രാഷ്ട്രീയ ചർച്ചകളിലേക്കും വിമർശനങ്ങളിലേക്കും നയിക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.